ചോറി ആർക്ക് തോറിയാണോ? എൻ്റെ ആണോ പറഞ്ഞേ? എൻ്റെ അല്ല പറഞ്ഞേ. ഇവിടെ കുറേ എണ്ണം ഉണ്ട്. സബൂറാക്കാൻ മൊഞ്ചത്തി ആരാ നിന്റെ കെട്ടിയോൾ ആണോന്നോ? സബൂറാക്കാനോ? നീ സബൂറാക്കും, ഞാൻ വരാന്ന്. സബൂറാക്കാൻ മൊഞ്ചത്തി ആരാ നിന്റെ കെട്ടിയോളാണോ? അയ്യോ എനിക്ക് വയ്യേ. ഞാൻ ആരിനെ കെട്ടിയോളല്ല. പക്ഷെ ഞാൻ അവർക്ക് അവർ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ആ ഒരു ഇച്ചിരി നേരം അവർക്ക് പോക്കിനുള്ള സമയത്ത് ഞാൻ പ്രിയപ്പെട്ടവളാണ്. ആ സമയത്ത് ഇത് പറയണം, പറച്ചിലൊക്കെ കേൾക്കണം. ചോദിച്ചത് കറക്റ്റല്ല. പിന്നെ അത് വളരെ സത്യമാണ്. എന്നോട് ഇവരില്ലേ, ഞാനൊരു കാര്യം പറയാം. ഈ ആണുങ്ങൾ പൊതുവെ ആദ്യം കാണുമ്പോൾ സംസാരിക്കുന്നത് വേറെ രീതിയിൽ. ഇവർക്ക് ഏറ്റവും കൂടുതൽ പോവാറാവില്ലേ, അപ്പോൾ ഇവർ പറയണ പറച്ചിലൊക്കെ കേൾക്കും, ചിരി വരും. എൻ്റെ മുത്തേ, ഐ ലവ് യു, എൻ്റെ ചക്കരേ. അയ്യോ അയ്യോ എനിക്ക് ചിരി വരും. അതെ ഇവർ പറയണ പറച്ചിലേക്കണം. എൻ്റെ മുത്തേ, എന്താ മൊഞ്ചാടി നിന്നൊക്കെയാണ്, മതി വരുന്നില്ലേ. അയ്യോ അയ്യോ. പിന്നെ ഏറ്റവും രസമുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ഏറ്റവും രസം, ഞാൻ എൻ്റെ മുഖം കാണിക്കാനുള്ള പറയാം കേട്ടോ. നിങ്ങളങ്ങനെ പിന്നെ ഏറ്റവും രസം എന്താണെന്നറിയോ? ഇവരെന്തായാലും സേഫ് സാധനം ഇടുമല്ല, അവരിട്ടിട്ട് അത് ചെയ്യാൻ നേരത്തെ പറയാം, എൻ്റെ പൊന്നെ, എൻ്റെ മുത്തേ, ഞാൻ ഉള്ളിൽ കളഞ്ഞോട്ടിടിയിരുന്നു. ഞാറി എൻ്റെ ഉള്ളിലൊന്നല്ല കളയണത്, സേഫിൻ്റെ ഉള്ളിലല്ലേ. ഉണ്ണി പറ, നമ്മുടെ ഉള്ളിലല്ലല്ലോ കളയണത്. ആര് പറയാ, എന്ത് സുഖാടി, എന്ത് ചൂടാടി. അയ്യോ, ഞാൻ അതിൻ്റെ ഉള്ളിൽ കളഞ്ഞോട്ടേടിയത്. ഞാൻ പറഞ്ഞ നിങ്ങളെ സേഫിൻ്റെ ഉള്ളിലല്ല കളയണത്, നമ്മുടെ ഡയറക്റ്റ് അല്ലല്ലോ. ഇത് നമുക്ക് എന്ത് കളയാതിരിക്കാൻ പറ്റൂലല്ലോ, മിണുങ്ങാൻ പറ്റൂലല്ലോ. എൻ്റെ അമ്മേ, ചിരിച്ചു പാടായിട്ടുണ്ട് ഞാൻ. ഇവരൊക്കെ ആലോചിച്ചാലോചിച്ച് ഒരേ ദിവസം ഞാൻ ഇത് ചിരിച്ച്. എനിക്കറിയത്തില്ല, ഈ വിറ്റങ്ങളൊക്കെ വെറുതെ തള്ളിറക്കണയാണ്. ഇവർ തള്ളിറക്കണേന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഭയങ്കര ചൂടാണെന്നൊക്കെ പറയും. ചിലപ്പോൾ ആയിരിക്കും, എനിക്കറിയില്ലല്ലോ. ആ ഫീൽ എനിക്കറിയത്തില്ലല്ലോ. ഇവർ ചിലപ്പോൾ പലയിടത്തും പോയി വന്നവനായിരിക്കും. പിന്നെ ഇവർ ചൂടാകാൻ അതെന്താ അടുപ്പാണോ എന്ന് എനിക്കറിയത്തില്ല സന്ദീപൻ, എനിക്കറിയത്തില്ല. പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ ആ സമയത്താണ് കിസ് ചെയ്യണത് കേട്ടോ. ഫേസിൽ കിസ് ചെയ്യണം, ചെവിയിൽ കിസ് ചെയ്യണത്, കഴുത്തിട്ട്. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളൂ അവരോട്, കിസ് ചെയ്തോ എൻ്റെ മേത്ത് കല വരരുത്തരുത്. ഉമ്മ വെച്ചോ എൻ്റെ ശരീരഭാഗത്തും മുഖത്തും കല വരരുത്തരുത് ഞാൻ ഇവരോട് പറയും. എനിക്കിഷ്ടമല്ല കല വന്നാൽ. എൻ്റെ മേത്ത് കല വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ച പിടിക്കും പോവാൻ, ചോന്നെടുക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവൻ, ഞാൻ കിച്ചണിൽ പോയപ്പോഴാണ് എൻ്റെ വീട്ടിൽ, ഉമ്മേൻ്റെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ എൻ്റെ ചേച്ചിയുണ്ട്. ഇത്ത ചേച്ചിയല്ല, ഇത്ത. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൈവച്ച്, ചെറബി എന്താ കാണുന്ന കൈത്ത് മൊത്തം പാടായിനല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈവച്ച്. എൻ്റെ അമ്മായിമ്മ പറഞ്ഞ ഷോൾ എടുത്ത് തലയെ കൂടി ചുറ്റിയിട്ട് ഇങ്ങനെ ഇടാൻ പറയാം. എൻ്റെ അമ്മായിമ്മ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് വെക്കും. നമുക്കറിയോ കണ്ണ് വെക്കണ സംഭവം, ഇതും കണ്ടാൽ കണ്ണ് വെക്കുമോ?
ആ ഭാര്യ ഭർത്താവ് നല്ല മൊഹബത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണു വെക്കുമെന്ന്. സത്യോ സന്ദീപേ? എൻ്റെ അമ്മായി പറഞ്ഞാണ്, കെട്ടിയാൻ ഇഷ്ടമുള്ളെങ്കിലല്ലേ നമ്മുടെ അടുത്ത് പെണ്ണുങ്ങടുത്ത് അടുക്കോളും. അതിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് അതെന്ന്. കണ്ണു വെക്കും അത്രേ. ഭാര്യ ഭർത്താവ് സ്നേഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം വരുമ്പോഴെല്ലാം കടിക്കണം, പിച്ചൊക്കെ ഈട 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 ഈടൊക്കെ എനിക്കത് കടിച്ചു വെച്ച് സ്നേഹം കൂടുമ്പോൾ. കൽപ്പത്തീച്ച് അപ്പോൾ പറഞ്ഞ ഷാള് തലയെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി, ആരും കാണിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞ. പിന്നെ എൻ്റെ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ ചോദിച്ചത് എന്താ, എൻ്റെ ഉമ്മക്ക് ആദ്യം ഇട്ടാട്ടോ. എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഞാനും ഇതേപോലെ തന്നെ, എന്താ എൻ്റെ മുഖത്ത് എന്താണ്, നീ താഴ്ത്തു പോയി കിടന്ന, കെട്ടിയൻ്റെ വീട്ടിൽ കട്ടിലില്ലേ, എന്തീ കടിച്ചാണോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കെട്ടിയൻ കടിച്ചതാണെന്ന് പറഞ്ഞു. അവനിക്ക് വേറെ എവിടെയും കിട്ടിയില്ല കടിക്കാൻ വേണ്ടി. എന്തൊരു വൃത്തികെട്ട ഇതാണ്, മുഖം മേഖല മൊത്തം കടിച്ചു വെച്ചാൽ ഓനെന്താ പ്രാന്തനാണ് അത് എൻ്റെ ഉമ്മ ചോദിച്ചാൽ. എൻ്റെ അമ്മായിമ്മ അങ്ങനെയല്ല പറഞ്ഞത്. കാരണം എൻ്റെ അമ്മായിമ്മനെയും അമ്മായിപ്പനും അമ്മായിമ്മ നല്ല, ഞങ്ങൾ പോയ സമയം തൊട്ട് നല്ല സ്നേഹമാണ്. ആ ഉണ്ണി എൻ്റെ അമ്മായിമ്മയല്ലേ, ഞാൻ പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് എൻ്റെ കെട്ടിയവൻ മരണപ്പെട്ട് ഇറങ്ങിയോ അന്ന് തൊട്ട് വരക്കൂലേ എൻ്റെ അമ്മായിപ്പനുള്ള കാലം വരക്കും എൻ്റെ അമ്മായിപ്പൻ കഴിക്കണ ഫുഡ് പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിക്കോളൂ. അതേപോലെ തന്നെ അമ്മായിയമ്മ വന്നിട്ട് പുറത്ത് പോകാൻ നേരത്തെ എൻ്റെ അമ്മായിപ്പൻ വന്നിട്ട് പിന്നെ ഊത്തി കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മായിമ്മയുടെ ചെരുപ്പ് എടുത്ത് കൊടുക്കണം അമ്മായിപ്പൻ ഇട്ട് കൊടുക്കണ കണ്ടിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ തല വേദന വരുമ്പോഴത്തേക്കും അമ്മായിപ്പൻ ഇങ്ങനെ തല പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. വാപ്പ ഇതിലിരിക്കും, ദിവാങ്കോട്ടിലിരിക്കും, ഉമ്മ താഴ്ത്തിരിക്കും ഉപ്പാൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഉപ്പ ഇങ്ങനെ തലയൊക്കെ, കാരണം അവരത്ര സ്നേഹത്തിലാണ്. എപ്പോഴും എൻ്റെ ഉമ്മ തല കുളിച്ച് വരും, അമ്മായിമ്മ തല കുളിച്ച് വരും. എപ്പോഴും രാവിലെ തല കുളിച്ചിട്ടൊക്കെ വന്നിരുന്നിട്ട് കിച്ചണിലൊക്കെ വന്ന് തലയിൽ ഇങ്ങനെയൊക്കെ തുണിയൊക്കെ വെച്ചിട്ടൊക്കെ ഇരിക്കും കിച്ചണിൽ നിൽക്കണം. അപ്പം ഞാൻ എൻ്റെ ഉമ്മ അടുത്ത് ചോദിച്ചു ഒരു ദിവസം, എപ്പോഴും തല കുളിക്കണം എന്തിനാ ഉമ്മ, തലവേദനയ്ക്കില്ലേ നിങ്ങൾക്കെന്ന് പറയും. അപ്പം ഉമ്മ പറഞ്ഞ് ഭാര്യയും ഭർത്താവ് ബന്ധം കഴിഞ്ഞാൽ സുബീക്ക് മുമ്പ് എണീറ്റ് കുളിച്ച് നിസ്കരിച്ച് വന്നിട്ട് അടുക്കളയ്ക്ക് ഇറങ്ങും. ഇതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പറയും. ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വിധവയാണ്, എൻ്റെ ഉമ്മക്ക് എവിടെ ബന്ധം ഉണ്ടാകാൻ വേണ്ടി ആരാ ഉള്ളത്. എൻ്റെ ഉമ്മ 10-21 വയസ്സിൽ എൻ്റെ ഉമ്മ വിധവയായി. പിന്നെ എനിക്കല്ലേ കെട്ടിയനുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു കിച്ചണിൽ വരാൻ പാടില്ല, നിസ്കരിക്കണം, രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എത്ര സമയത്ത് ബന്ധപ്പെട്ടോ ആ സമയത്ത് പോയിട്ട് ബാത്റൂമിൽ പോയി തലയെ വെള്ളം ഒഴിച്ചോളാം, സുബഹി നിസ്കരിച്ചോളാം, എന്നിട്ട് എണീറ്റ് ഇക്കാക്ക അങ്ങനെയാണ് കേട്ടോ. എപ്പോൾ ബന്ധപ്പെട്ടാലും പോയി നേരെ പോയി കുളിച്ച് പിന്നെ ഫജർ പോയി നിസ്കരിച്ച് പിന്നെ സുബഹി നിസ്കരിച്ച് പിന്നെ ഇക്കാക്ക പുറത്തു പോകും, വണ്ടി എടുത്ത് പുറത്തു പോകും. പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തു പോകും. അതിന് മുമ്പ് വീട്ടിൽ നിന്ന് നിസ്കരിക്കും, ഫജർ നിസ്കരിക്കുന്ന വീട്ടിൽ നിന്നാണ്. പിന്നെ സുബഹിക്കാണ് പോണത് പുള്ളിക്കാരൻ വണ്ടി എടുത്ത് പോണത്. എൻ്റെ ഉമ്മ പറഞ്ഞു, അമ്മായിമ്മ പറഞ്ഞു ഇന്നും തല കുളിക്കണത്. അപ്പം അവർ തമ്മിൽ അത്ര ഏജ് ഉണ്ടായിട്ട് അവർ ഭാര്യ ഭർത്താവും കണ്ട നല്ല സ്നേഹത്തിലല്ല. അപ്പം എൻ്റെ അമ്മായിമ്മനും അമ്മായിപ്പനും എപ്പോഴും ഉണ്ട് റിലേഷൻഷിപ്പ്, എപ്പോഴും ബന്ധമുണ്ട്. ദിവസം കടിയില്ലല്ലോ എന്നാ, 2 ദിവസം കണ്ടില്ലല്ലോ എന്നാ.